പി കെ ശശിക്ക് അയിത്തം പ്രഖ്യാപിച്ചിരുന്നു അവിടെ. പി കെ ശശിക്ക് അയിത്തം പ്രഖ്യാപിച്ചു. അയാൾ MLA എന്നുള്ള നിലക്കുള്ള അയാളുടെ ബാക്കിയുള്ള സമയത്ത് അദ്ദേഹം പ്രവർത്തിച്ചില്ലേ? ഉന്നാവിലെ ആ MLA ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കോടതി ശിക്ഷിച്ചതിന് ശേഷം ആ ബ്രിജ്ഭൂഷൺ സിംഗിനെ ഒന്ന് പുറത്താക്കാൻ വേണ്ടി നമ്മുടെ പാവപ്പെട്ട താരങ്ങൾക്ക് അവിടെ കിടന്ന് അടികൊള്ളേണ്ടി വന്നു. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് വളരെ ക്ലാരിറ്റിയോടുകൂടി ഈ വിഷയത്തെ അഭിസംബോധന ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനമാണ്. അത് കേൾക്കുന്നവർക്ക് വളരെ വ്യക്തമാണ്. അതിന്റെ വിശദാംശങ്ങൾ പോലും ആവശ്യമില്ല. ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള തീരുമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഒരു കടലിങ്ങ് ഇളകി വന്നാലും അതിൽ നിന്ന് മാറില്ല. കേരളമാകെ ഒരു കടലായി അലയടിച്ചാലും ഞങ്ങളുടെ ബോധ്യത്തിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ ആ വിഷയം കോൺഗ്രസ് അത്രമേൽ സുചിന്തിതമായി ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ സംഭാഷണത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിരുന്നു. അതിനുശേഷം സംഭവിച്ചത് എന്താണ്, സംഭവിക്കുന്നത് എന്താണ്? അതാണ് കൗതുകകരമായി തോന്നുന്ന കാര്യം. കോൺഗ്രസിന്റെ ബോധ്യങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? കോൺഗ്രസിന്റെ ബോധ്യങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത നടപടി ആ നടപടിയിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പി കെ ശശിയെ ഈ പരാതി ഉണ്ടായിട്ട്, പാർട്ടിക്കകത്ത് പരാതി ഉണ്ടായിട്ട് ഈ സർക്കാർ പോലീസിലേക്ക് ആ പരാതി പോലും കൊടുക്കാതെ അവസാനം സസ്പെൻഡ് ചെയ്ത് നിർത്തി. പി കെ ശശിക്ക് അയിത്തം പ്രഖ്യാപിച്ചിരുന്നു അവിടെ. പി കെ ശശിക്ക് അയിത്തം പ്രഖ്യാപിച്ചു. അയാൾ MLA എന്നുള്ള നിലക്കുള്ള അയാളുടെ ബാക്കിയുള്ള സമയത്ത് അദ്ദേഹം പ്രവർത്തിച്ചില്ലേ? അവിടെ ആരെങ്കിലും അയിത്തം പ്രഖ്യാപിച്ചോ? ഇപ്പൊ പ്രേംകുമാർ ഇവിടുന്ന് പറയുന്നുണ്ടല്ലോ. പ്രേംകുമാർ ഒരുപക്ഷെ ഈ ഇരട്ടമുഖമുള്ളതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ പ്രേംകുമാർ ഒന്ന് പറയണം, പി കെ ശശിക്കും ഈ കാസർഗോഡ് ഉണ്ടായിരുന്ന CKP പത്മനാഭന്റെ മകൾ ആരോപണം ഉന്നയിച്ച പി ശശി ഇന്ന് അവിടെ ഇരിപ്പുണ്ടല്ലോ. നിങ്ങൾ അയാൾക്ക് അയിത്തം കൽപ്പിച്ചിട്ടുണ്ടോ? അതൊന്നും അയിത്തം കൽപ്പിക്കാതെ ഈ MLA അവിടെ ചെല്ലുമ്പോൾ MLA കണ്ട ആരാ അയിത്തത്തിന്റെ ആവശ്യം എന്താ? അയാളുടെ നിയോജക മണ്ഡലം, അയാൾ പ്രവർത്തിച്ചത് സംഘടനയിലുള്ള ആൾക്കാർ. അഭിലാഷേ, നാളെ പിണറായി വിജയനെതിരെ ശക്തമായിട്ടൊരു സ്റ്റോറി ചെയ്താൽ അഭിലാഷിനെതിരെ ഒരുപക്ഷെ വിനു വി ജോണിനെതിരെയും മറ്റുള്ളവർക്കെതിരെ ഉണ്ടായ പോലെ ആക്രമണം ഉണ്ടാവും. അഭിലാഷൻ ഞാനും തമ്മിൽ പരിചയമുള്ളതാണ്. അഭിലാഷിനെ എവിടെയെങ്കിലും തടഞ്ഞു നിർത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് അഭിലാഷിനെ സംരക്ഷിക്കാൻ നിൽക്കില്ലേ? അഭിലാഷൻ എൻ്റെ പാർട്ടി ചെയ്തുകൊണ്ടാണോ? അല്ലല്ലോ. അവിടെ അവർക്കുള്ള ബന്ധങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ആ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ പല ആൾക്കാരും ചെയ്യും. ഞങ്ങൾ മാതൃകാപരമായ നടപടിയെടുത്ത് കോൺഗ്രസിന്റെ സംരക്ഷണമില്ല, പാർലമെന്ററി പാർട്ടിയുടെ സംരക്ഷണമില്ല, പ്രത്യേക ബ്ലോക്കായിട്ടിരുത്തി ഈ നാടകം കളിക്കുന്നതിന് പകരം CPMന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ചെയ്യേണ്ടത് അയാൾക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾക്കെതിരെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക. അത് പറ്റാത്ത ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ കൊണ്ടുപോയിട്ട് കാണിക്കുന്നതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല. പ്രേംകുമാർ ഇവിടുന്ന് പറയുകയാണ്. പ്രേംകുമാർ പറയില്ല. പേരാമ്പ്രയിൽ നടന്ന ആക്രമണത്തിൽ പ്രേംകുമാർ മുന്നോട്ട് വെച്ച വാദം എന്തായിരുന്നു? പ്രേംകുമാർ മുന്നോട്ട് വെച്ച വാദം അതിനകത്ത് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ ഷാഫിയെ ആക്രമിച്ചു എന്നുള്ള നിലയ്ക്കല്ലേ? ട്രോളുകളായിട്ടൊക്കെ പോസ്റ്റ് ഇട്ടല്ലോ. അവിടുത്തെ CPM മുഴുവൻ എടുത്ത നിലപാട് ഷാഫിയെ ആക്രമിച്ചത് CPM പോലീസല്ല, യൂത്ത് കോൺഗ്രസ്സുകാരാണെന്നല്ലേ? മഷിയൊടിച്ചതാണെന്ന് ഇവർ പറഞ്ഞില്ലേ, മന്ത്രിമാർ മുതൽ. അവസാനം അവിടുത്തെ SP വളരെ കൃത്യമായിട്ട് പറയുന്നു, ഗൂഢാലോചനയോടുകൂടി പോലീസിനകത്തു നിന്ന് ഷാഫിയെ മാത്രം ലക്ഷ്യമിട്ട് ലാത്തി കൊണ്ടടിച്ചു ഇല്ലേ? നാളെ ഉളുപ്പുണ്ടെങ്കിൽ പ്രേംകുമാർ ഇവിടെ നിന്ന് പറയുമോ? പ്രേംകുമാർ മറ്റേ ഇന്ന് സംസാരിക്കേണ്ടത് ഇല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ, ഇത്തരത്തിലുള്ള ഈ അജണ്ട മാറ്റൽ എല്ലാം ഉണ്ട്. പിന്നെ ശ്രീപത്മനാഭൻ അയ്യോ ഒന്ന് പറയണം, എന്തൊരു ധാർമ്മിക ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉന്നാവിലെ ആ MLA ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കോടതി ശിക്ഷിച്ചതിന് ശേഷം ആ ബ്രിജ്ഭൂഷൺ സിംഗിനെ ഒന്ന് പുറത്താക്കാൻ വേണ്ടി നമ്മുടെ പാവപ്പെട്ട താരങ്ങൾക്ക് അവിടെ കിടന്ന് അടികൊള്ളേണ്ടി വന്നു. ഡൽഹിയിൽ നടുറോഡ് അടികൊള്ളേണ്ടി വന്നു. അതിനൊക്കെ വന്ന് വാഴ്ത്തുപാട് പാടിയ ശ്രീപത്മനാഭൻ ഇപ്പൊ മറ്റേ കുറിച്ച് മിണ്ടൂല. ഞാൻ പറഞ്ഞില്ലേ അഭിലാഷൻ, ഞാൻ ചോദിക്കട്ടെ, ED സമൻസ് കൊടുത്തിട്ട് ഇത് പുറത്തു പറയാതിരുന്ന BJPയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ വാർത്ത വന്നിട്ട് രാജീവ് ചന്ദ്രശേഖർ ഇതുവരെ മിണ്ടിയിട്ടില്ല. ശ്രീപത്മനാഭൻ ഇന്നലെ ഞാനുമായിട്ടൊരു ചർച്ചയിലുണ്ടായിരുന്നു. അതിനകത്ത് വെച്ച് അദ്ദേഹം മറ്റേ BJPയെ പ്രതിരോധിക്കുന്ന പോലെ അങ്ങോട്ടേക്ക് പൊട്ടിത്തെറിച്ചു. സാധാരണ മറുപടി ഇല്ലാതെ വരുമ്പോഴാണ്. BJPയുടെ കേരള നേതൃത്വം പോലും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ സമൻസ് വന്നിട്ട് അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. അതാണ് ഞങ്ങൾ പറയുന്ന. പ്രേംകുമാർ കേട്ടോ, ഞങ്ങൾ പറയുന്നത് അറിയോ? ഈ BJP പിണറായി വിജയൻ കൊടുക്കുന്ന സംരക്ഷണത്തെ കുറിച്ച് ഞങ്ങൾ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട്ടെ ജനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന പരിചയമുള്ള സഹപ്രവർത്തകർ കൊടുക്കുന്ന സംരക്ഷണമല്ല, പിണറായി വിജയന് BJP കൊടുക്കുന്ന സംരക്ഷണം. അതാണ് കേരളം ചർച്ച ചെയ്യേണ്ടത്. കാരണം ആ സംരക്ഷണത്തിന് വേണ്ടിയാണ് കേരളത്തിലെ മതേതരമായ കേരളത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് വർഗീയത ഉണ്ടായിക്കൊണ്ട് BJPക്കിട കൊടുക്കുന്നത്. ഈ SP എവിടത്തെയായിരുന്നു? RSSന്റെ പരിപാടിയിൽ അല്ലെ SP പങ്കെടുത്തത്? RSSന്റെ പരിപാടിയിൽ SP പറഞ്ഞു വിട്ടത് ആരാ? ഈ RSSന്റെ തീവ്രവാദികളായിട്ടുള്ള നേതാക്കന്മാരുടെ അടുത്തേക്ക് ഈ അജിത് കുമാറിനെ പറഞ്ഞു വിട്ടത് ആരാ?
ഇതെല്ലാം മകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നില്ലേ? ശരി. ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് BJP, അമിത്ഷാ, നരേന്ദ്രമോദി, അതേപോലുള്ള സംഘപരിവാർ, പിണറായി വിജയൻ കൊടുക്കുന്ന സംരക്ഷണം ശരി, മുഖ്യമന്ത്രിക്ക് BJP സംരക്ഷണം നൽകുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ചാർജ്. അതിന് അവരവരുടെ അവസരങ്ങൾ BJP മറുപടി പറയും. പ്രേംകുമാറും അതിനോട് പ്രതികരിക്കില്ല.